എപ്പോഴെങ്കിലും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തിനാണ് ഇങ്ങനെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്തിട്ട് കുറേ പ്രായമായില്ലേ എന്ന്? ഈ 50 കഴിഞ്ഞ ആളുകളെക്കുറിച്ച് ലോകം കുറച്ച് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങും. ഇനി സിമ്പിളായിട്ട് ജീവിച്ചോളണം, ഒന്ന് സ്റ്റൈലിഷ് ആവാൻ പാടില്ല, ഫാഷനബിൾ ആകാൻ പാടില്ല, എന്തിന് സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യുന്നത് പോലും എന്തോ വലിയ തെറ്റായിട്ട് ആളുകൾ കാണും. ഇനി നിങ്ങൾ ഓർത്തില്ലെങ്കിലും നിങ്ങളുടെ പ്രായത്തെ ചുറ്റുമുള്ള മനുഷ്യർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് മനുഷ്യൻ്റെ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമാണ്. അതായത് അവരുടെ ഒരു പൊതുബോധത്തിൻ്റെ പ്രശ്നമാണത്. ആളുകളെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 30 കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, 40 കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, 50 കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ പൊതുബോധത്തിനൊപ്പം പോകണോ, അതോ നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം ജീവിക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഇനി ആദ്യത്തേതനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കാൻ തീരുമാനിക്കുന്നത് എങ്കിൽ ഒരു സാമൂഹിക അംഗീകാരം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ആരുടെയും ക്രിറ്റിസിസം ഒന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. പക്ഷേ എപ്പോഴും ഒരു റിഗ്രറ്റ് മനസ്സിലുണ്ടാകും. പക്ഷേ രണ്ടാമത്തേതാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനമുണ്ടാകും, നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടാകും, നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകും. നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണല്ലോ അത്. അൾട്ടിമേറ്റ്ലി അവനവൻ്റെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ പ്രായമായി എന്ന് നിങ്ങളെ മറ്റുള്ളവർ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളെ കെയർ ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 30 രൂപ കൊടുത്താൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തലമുടി സമൃദ്ധമായിട്ട് വളർത്തിയെടുക്കാനും കറുപ്പാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹോം റെമഡീസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വലിയ വിലയൊന്നും കൊടുക്കാതെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അങ്ങാടിക്കടകളിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വളരെയധികം ബെനിഫിഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കരിഞ്ജീരകം. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും മുടി വേരുകൾക്ക് ശക്തി നൽകാനും താരൻ, ചൊറിച്ചിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. മാത്രമല്ല ഇത് സ്ഥിരമായിട്ട് കരിഞ്ജീരക എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരുവാനും മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു കറുപ്പ് നിറം നിലനിർത്താനും സഹായിക്കുന്നതാണ്. കൂടാതെ മുടി ഡ്രൈ ആകുന്നത് തടയുകയും മുടി നല്ല സോഫ്റ്റായി ആരോഗ്യത്തോടെ ഇരിക്കാനും കരിഞ്ജീരകം വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കരിഞ്ജീരകം ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള റെമഡീസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അതിലാദ്യത്തേത് കരിഞ്ജീരകം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നമുക്ക് ഒരു 3 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ആവശ്യമായിട്ടുള്ളത്. അത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് പൗഡറായി പോകുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെക്കുക. അത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ബൗൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ അതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ 1 ബൗൾ വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് ആ പാത്രം ചൂടായിട്ട് വരുമ്പോൾ ഈ ഒരു ബൗൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കരിഞ്ജീരകം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. ചൂടായി ഇതൊന്ന് പൊട്ടണം. നമ്മുടെ കരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ അതങ്ങനെ തന്നെ അടച്ചു വെക്കുക. അപ്പോൾ നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കേണ്ടത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം നിങ്ങൾക്കിത് ഒന്നുകിൽ അരിച്ചോ അതല്ലെന്നുണ്ടെങ്കിൽ അരിക്കാതെയോ നിങ്ങൾക്കൊരു കുപ്പിയിലാക്കി അത് ഉപയോഗിക്കാവുന്നതാണ്.
വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വെളിച്ചെണ്ണയും ഈ പറയുന്ന കരിഞ്ജീരകവും മാത്രം മതി നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ ഹെയറിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. ഹെയറിൽ മാത്രമല്ല, സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതുപോലെ ഇവിടെ ഈ നെറ്റിയുടെ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് നരപ്രശ്നമുള്ള ആളുകളുണ്ടെങ്കിൽ തലമുടി നല്ലവണ്ണം കറക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിൽ ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കരിഞ്ജീരകമാണ്. ഒരു 3 ടീസ്പൂൺ കരിഞ്ജീരകം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു പിടി കറിവേപ്പിലയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു പിടി കറിവേപ്പിലയും ഈ 3 ടീസ്പൂൺ കരിഞ്ജീരകവും നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാവുന്നതാണ്. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആ എണ്ണയിൽ നമ്മുടെ ഈ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് കാച്ചിയെടുക്കുക. നല്ലവണ്ണം ഈ വെളിച്ചെണ്ണ ഒന്ന് കാച്ചിയെടുക്കുക. അതിനുശേഷം അത് അന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതും അങ്ങനെ തന്നെ ഇരുന്നിട്ട് പിറ്റേ ദിവസം നിങ്ങളിതൊന്ന് അരിച്ചെടുക്കുക. ഈ ഒരു എണ്ണ നിങ്ങളുടെ തലയിൽ തേക്കുകയാണെങ്കിൽ നല്ലവണ്ണം നിങ്ങളുടെ തലമുടിയിലെ നര കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതായിരിക്കും. അതേപോലെ പുതിയ മുടി കിളിർക്കാനും സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നരയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹോം റെമഡിയാണിത്. നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യമാണല്ലോ കറിവേപ്പില എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇനി അഥവാ ഇല്ലെങ്കിൽ പോലും കടയിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിലും വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല കറുത്ത കളറിലായിരിക്കും ഈ ഒരു എണ്ണ ഉണ്ടാവുക. ഇത് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ തലമുടിയൊക്കെ വാഷ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ തലമുടിയൊക്കെ ഒന്ന് കറുത്തതായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും മുടിക്ക് നല്ല കറുപ്പ് വർദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ തലമുടിയിൽ നര പ്രശ്നമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ നല്ലൊരു ഹോം റെമഡിയാണിത്. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒരു നല്ല ഹെയർ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങളൊരു 3 ടീസ്പൂൺ കരിഞ്ജീരകം എടുക്കുക. ഒരു 2 ടീസ്പൂൺ തൈരും കൂടി എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നിങ്ങൾക്ക് 1 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ തലയിലും അതേപോലെ നിങ്ങളുടെ സ്കാൽപ്പിലും നിങ്ങളുടെ ഹെയറിലും ഒക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. അരമണിക്കൂറിന് ശേഷം തലമുടി വാഷ് ചെയ്യുക. ഇതും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നിങ്ങളുടെ മുടി നല്ലവണ്ണം വളരാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു 2 തവണ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന മറ്റൊരു ഹോം റെമഡി എന്ന് പറയുന്നത് കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു ബൗൾ കഞ്ഞിവെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നമ്മുടെ കരിഞ്ജീരകം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഇത് നമ്മളെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഇത് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ തലമുടിയിലും സ്കാൽപ്പിലുമൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ മുടി വളരാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മുടിക്ക് കട്ടി കുറവാണെങ്കിൽ നല്ല രീതിയിൽ മുടി നല്ല തിക്കാവാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണിത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കറിയാം കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ കഞ്ഞിവെള്ളവും കരിഞ്ജീരകവും കൂടി ചേരുമ്പോൾ അത് നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതും ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി മറ്റൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സവോള എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഒന്ന് അരച്ചതിന് ശേഷം അത് അരിച്ചെടുക്കണം. അതിനുശേഷം ആ ഒരു ജ്യൂസിലേക്ക് നമ്മൾ മുമ്പ് തയ്യാറാക്കണമെന്ന് പറഞ്ഞ കരിഞ്ജീരക എണ്ണയുണ്ടല്ലോ
അത് 1 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തലമുടിയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുക. ഇതും വളരെ നല്ല രീതിയിൽ മുടി വളരാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. പ്രത്യേകിച്ച് നെറ്റി കയറുന്ന പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നല്ലതുപോലെ ഇത് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സവോളയും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യം തന്നെയാണല്ലോ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കരിഞ്ജീരകം ഉപയോഗിച്ച് തയ്യാറാക്കിയ എണ്ണയുണ്ടെങ്കിൽ അതിനോടൊപ്പം ഈ ഒരു സവോളയുടെ ഒരു ജ്യൂസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് വളരെ നല്ലൊരു ഹെയർ പാക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊന്ന്, നിങ്ങൾ വീട്ടിൽ ഹെന്ന തയ്യാറാക്കുമ്പോൾ ഹെന്ന ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഹെന്ന തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് 1 ടീസ്പൂൺ ഈ കരിഞ്ജീരക എണ്ണയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. ഹെന്ന തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമ്മൾ ഹെന്ന പൗഡർ എടുക്കുന്നു, ഒരു 3 ടീസ്പൂൺ ഹെന്ന പൗഡർ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യുക. പിന്നെ തേയില വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ഇരുമ്പ് ചട്ടിയിൽ വേണം നമ്മൾ ഹെന്ന തയ്യാറാക്കാനായിട്ട്, അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് അത് നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഈ പറയുന്ന കരിഞ്ജീരകത്തിൻ്റെ എണ്ണ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ലവണ്ണം കറുക്കാനായിട്ടും മുടി നല്ലവണ്ണം സമൃദ്ധമായിട്ട് വളരാനായിട്ടും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഹെന്ന യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇനി ചെയ്യുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത്, നിങ്ങളുടെ മുടിക്ക് തീരെ കട്ടിയില്ല, തീരെ ഉള്ളില്ല, ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന നല്ലൊരു ഹെയർ പാക്ക് പറഞ്ഞു തരാം. അതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത് ഏത്തപ്പഴമാണ്. അപ്പം നമ്മൾ തലേന്ന് രാത്രി നമ്മൾ കുറച്ച് റൈസ് വാട്ടറിൽ ഒരു 3 ടീസ്പൂൺ കരിഞ്ജീരകം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. പിറ്റേ ദിവസം ഏത്തപ്പഴം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇത് നിങ്ങളുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണ്. മാത്രമല്ല ഇത് നിങ്ങളുടെ തലമുടി വളരെയധികം ഫ്രിസിയാണ്, ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇതും നിങ്ങളൊരു ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ മുടിയുടെ വളർച്ചയിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാവുന്നതായിരിക്കും. കട്ടി കുറഞ്ഞ മുടി ഓരോ ദിവസം കഴിയും തോറും നല്ല ഉള്ളു കൂടി വരുന്നതായിട്ട്, നല്ല കട്ടിയാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട്, നിങ്ങളുടെ മുടി വളരെയധികം ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന മറ്റൊരു ഹെയർ പാക്ക് പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മുടെ ചോറാണ് ആവശ്യം. നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന സാധാരണ ചോറ് തന്നെ നമുക്കിതിന് എടുക്കാവുന്നതാണ്. അത് നമുക്ക് ഒരു ബൗൾ എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഒരു പഴം കൂടി ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഏത്തപ്പഴമാണെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറുപഴമാണെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ഈ കരിഞ്ജീരക എണ്ണ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം. ഇത് നല്ലതുപോലെ മുടി സോഫ്റ്റ് ആവാനായിട്ടും നല്ല സിൽക്കി ആയിട്ട് കിടക്കാനായിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്കും ഞാൻ ഈ പറഞ്ഞ ഏത് പാക്കാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തലയിലൊക്കെ നല്ലതുപോലെ ഒന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കണം. അത് ഏതൊരു ഹെയർ പാക്ക് നിങ്ങളുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിലും ഒരു നല്ല പോലെ എണ്ണ പുരട്ടി തേച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു പാക്കും നിങ്ങൾ അതുപോലെ തന്നെ കരിഞ്ജീരക എണ്ണ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളുടെ തലമുടിയിലൊക്കെ നല്ലപോലെ മുടിയിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ഈ ഒരു പാക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. ഇനി മറ്റൊന്ന്, വളരെയധികം മടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹെയർ ടോണർ ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങൾ ഒരു 2 ടീസ്പൂൺ കരിഞ്ജീരകം എടുക്കുക, 2 ടീസ്പൂൺ ഉലുവയും കൂടി എടുക്കുക. ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് നിങ്ങളൊന്ന് തിളപ്പിക്കുക.
തിളച്ച് വരുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു നിറം, നമ്മുടെ വെള്ളത്തിൻ്റെ നിറം മാറി വരുന്നുണ്ടാകും. ആ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ വറ്റി നിറമൊക്കെ മാറി വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഇത് അരിച്ച് ഒരു ബോട്ടിലാക്കി വെക്കുക, ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക. എന്നിട്ട് ഇത് നിങ്ങളുടെ സ്കാൽപ്പിലും ഹെയറിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കിടക്കുന്നതിനൊക്കെ മുൻപേ ജസ്റ്റ് ഒന്ന് സ്പ്രേ ഒക്കെ ചെയ്ത് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളുടെ മുടിക്ക് നല്ലൊരു തിക്നെസ് ഒക്കെ തോന്നുന്നതായിരിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോണറാണിത്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒരു 1 വീക്ക് വരെയൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഹെയർ പാക്ക് ആണെങ്കിലും ഈ ഹെയർ ഓയിലൊക്കെ ആണെങ്കിലും കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് മടിയൊക്കെ പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഹെയർ പാക്കുകളും ഈ ഹെയർ ഓയിലും ഒക്കെ നിങ്ങളുടെ മുടി വളർച്ചയും മുടി കറക്കുന്നതിനുമൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അധിക ചിലവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. കരിഞ്ജീരകമാണെങ്കിലും വലിയ വിലയൊന്നുമില്ല. ഒരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാക്കറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെയർ പാക്കും ഹെയർ ഓയിലും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് അതിനു വേണ്ടി ഒരുപാട് പണമൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പാക്കുകളൊക്കെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഹെയർ ഓയിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം. അതുപോലെ പാക്കുകളാണെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.